കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ തൊഴിലില്ലായ്മ പ്രതിസന്ധി രൂക്ഷമാകുന്നു. 5 വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ തസ്തികകളിൽ നിയമനം നടത്തുന്നില്ലെന്ന ലക്ഷദ്വീപ് വിദ്യാർത്ഥി സംഘടന. തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയും നിയമനം തടയുകയുമാണ് അധികൃതർ ചെയ്തതെന്നും ആരോപണം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. സർക്കാർ ജോലികളാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്. എന്നാൽ രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിൽ മുൻപന്തിയിലും ലക്ഷദ്വീപാണ്. യുവാക്കൾക്കിടയിൽ ലക്ഷദ്വീപിലെ തൊഴിലില്ലായ്മ നിരക്ക് 36.2%. 34 വകുപ്പുകളിലായി 2500-ലധികം സ്ഥിര സർക്കാർ തസ്തികകളിലാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ നിയമനവും നടന്നിട്ടില്ല. ആരോഗ്യ മേഖലയിലടക്കം ആൾക്ഷാമം രൂക്ഷമാകുമ്പോഴും നിയമനം നടത്താൻ ഭരണകൂടം തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. യുവാക്കളുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് അധികാരികൾ സ്വീകരിക്കുന്നതെന്ന് ലക്ഷദ്വീപ് സ്റ്റുഡൻസ് അസോസിയേഷൻ ആരോപിച്ചു. LDC, UDC അതുപോലെ MSc എക്സാമുകൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. അതിൽ LDCയുടെ UDCയുടെ എക്സാമുകൾ നേരത്തെ നടക്കുകയും എന്നാൽ MSc എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വരെ കയ്യിൽ കിട്ടിയതിനു ശേഷമാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ചാർജ് എടുക്കുകയും ആ എക്സാം തന്നെ പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ LDCയുടെയും UDCയുടെയും നടന്ന എക്സാമുകളുടെ സെലക്ഷൻ ലിസ്റ്റ് പേര് കാര്യങ്ങളും വന്നിട്ട് പോലും ആ നിയമനം നടത്താത്തതിനെ തുടർന്ന് അതിൽ പേരുള്ള കാൻഡിഡേറ്റ്സ് നിയമ നടപടികളിലേക്ക് കടന്നപ്പോൾ പിന്നീട് ഗത്യന്തരമില്ലാതെ ഗവൺമെൻറ്റിന് അവരെ നിയമിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു സംഭവത്തിന് ശേഷം ഇന്നുവരെ ആയിട്ട് ഈ 5 വർഷത്തോളം പിന്നിടുമ്പോൾ ഇന്നുവരെ ആയിട്ടും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് കീഴിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിര തസ്തികകളിലേക്ക് പോലും നിയമനം നടത്താൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തയ്യാറായിട്ടില്ല. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് വിദ്യാർത്ഥി സംഘടന കത്തയച്ചിരുന്നു. പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദ്വീപ് ഭരണകൂടത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.